ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐലാൻഡ് റിവ്യൂ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ടോപ്പ് 3 റൊമാൻറ്റിക് ഡ്രാമ മൂവിയാണ്. നമ്മുടെ ലിസ്റ്റിലെ ടോപ്പ് 3 മൂവി എന്ന് പറയുന്നത് ബിഫോർ ട്രയോളജി എന്ന മൂവി ഫ്രാഞ്ചൈസിലെ ഒന്നാമത്തെ മൂവിയായ ബിഫോർ സൺറൈസ്. ഈ സിനിമ റിലീസ് ചെയ്തത് 1995 റിച്ചാർഡ് ലിങ്ക്ലേസ്റ്ററിന്റെ സംവിധാനത്തിലാണ്. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ എടുത്തു പറയുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളായൊരു മൂവിയാണ്. ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലോട്ട് എന്നത് വിയറ്റ്നാമിലെ ഒരു ട്രെയിനിൽ വെച്ച് ജെസിയും സെലിനും എന്ന 2 പേർ കണ്ടുമുട്ടുകയും ശേഷം ഇവർ പരിമിതമായ സമയത്തിൽ വിയറ്റ്നാം എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിക്കുന്നതുമാണ്. വിയറ്റ്നാമിലെ തെരുവിൽ ഇവർ നടത്തുന്ന സംഭാഷണവും യാത്രയുമാണ് ഈ സിനിമയിലെ പ്രധാന ആശയം. ഒരു മസ്റ്റ് വാച്ച് റൊമാൻറ്റിക് മൂവി എന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റുന്ന മൂവിയാണ് ബിഫോർ സൺറൈസ്. ഈ മൂവിക്ക് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ 8.1 ആണ്. നമ്മുടെ ലിസ്റ്റിലെ ടോപ്പ് 2 മൂവി എന്ന് പറയുന്നത് കൗമാര കാലഘട്ടത്തിലെ പ്രണയത്തെക്കുറിച്ച് കാണിച്ചു തരുന്ന 2010 റോബ് റെയ്നർ അദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് കൊണ്ട് കാണിച്ചു തന്ന മൂവിയാണ് ഫ്ലിപ്പിഡ് എന്ന അമേരിക്കൻ റൊമാൻറ്റിക് മൂവി. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട പ്ലോട്ട് എന്നത് ജൂലി എന്ന പെൺകുട്ടി തൻ്റെ 7ാം വയസ്സിൽ തൻ്റെ നെയ്ബറായി വന്ന ബ്രയാൻ എന്ന കുട്ടിയെ ഒറ്റ നോട്ടത്തിൽ പ്രണയം തോന്നുകയും ജൂലി കൂടുതൽ ബ്രയാനോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രയാൻ അവളെ അവോയ്ഡ് ചെയ്യുന്നതുമാണ്. എന്നാൽ ബ്രയാൻ്റെ ഓരോ പ്രവർത്തികൾ കാരണം ജൂലിക്ക് പയ്യെ ബ്രയാനോടുള്ള അടുപ്പം കുറഞ്ഞു വരികയും എന്നാൽ അങ്ങനെ ഇരിക്കെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബ്രയാന് ജൂലിയോടൊരു പ്രണയം തോന്നുകയും എന്നാൽ കുറെ അപ്രതീക്ഷിത സംഭവങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്നതുമാണ് ഈ സിനിമയിലെ പ്രധാന ആശയം. ഈ സിനിമ കാണുന്നതിലൂടെ നമ്മുടെ പഴയകാല സ്കൂൾ ജീവിതത്തിലെ ഓർമ്മയിലേക്കാണ് സംവിധായകൻ നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ സിനിമയ്ക്ക് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ 7.7 ആണ്. നമ്മുടെ ലിസ്റ്റിലെ ടോപ്പ് 1 മൂവി എന്ന് പറയുന്നത് ജോജോ മോസ്റ്റിൻ്റെ ബെസ്റ്റ് സെല്ലിംഗ് നോവലിനെ ആസ്പദമാക്കി തിയ ഷിറോക്ക് സംവിധാനം ചെയ്ത 2016 ഇറങ്ങിയ അതിമനോഹരമായ മൂവിയാണ് മീ ബിഫോർ യു. ഈ സിനിമയിലെ നായികയായി വന്നത് ഏവർക്കും പ്രിയങ്കരിയായ ഗെയിം ഓഫ് ത്രോൺസിലെ ഖലീസി അഥവാ എമിലിയ ക്ലാർക്കാണ്. ഈ സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലോട്ട് എന്നത് കഥാനായകനായ വില്യം ഓഫീസിൽ പോകുന്നതിനിടയിൽ ഒരു ആക്സിഡന്റിൽ പെടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ബോഡി തളർന്നു പോവുകയും വീൽ ചെയറിലാവുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ലൂയിസിയ എന്ന പെൺകുട്ടിയുടെ ജോലി നഷ്ടപ്പെടുകയും വീട്ടിലെ പ്രാരാബ്ദം കാരണം പുതിയൊരു ജോലി തേടുകയും അങ്ങനെ വില്യമിനെ പരിചരിക്കാനായി ഹോം നേഴ്സായി എത്തുന്നതുമാണ്. ഈ സിനിമ നൽകുന്ന ഫീലും അത് നൽകുന്ന ഭംഗിയും ഒരിക്കലും പറഞ്ഞറിയാൻ കഴിയില്ല. ഈ സിനിമയ്ക്ക് IMDb കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ 7.4 ആണ്. നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇത് നല്ല പുതിയ വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.